ഇലക്ട്രൽ ബോണ്ട്. സുപ്രീം കോടതി പറയുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങളുടെ കയ്യിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. മാർച്ച് 15 നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എത്ര പേര് എത്ര പൈസ കൊടുത്തു, ഇന്ന പാർട്ടിക്ക് ഇത്ര പൈസ കൊടുത്തു, ഈ പാർട്ടി ഇത്ര പൈസ വാങ്ങി, ഈ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റാസൊക്കെ അവൈലബിൾ ആണ്. ഈ പാർട്ടി ഇത്ര പൈസ കൊടുത്തു, ഈ പാർട്ടി ഇത്ര പൈസ വാങ്ങി എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് സോഷ്യൽ മീഡിയാസ് നോക്കിയാൽ ഇപ്പോൾ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതി വേറൊരു കാര്യം കൂടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾ ചോദിച്ച ഡാറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു പാർട്ടി മൊത്തമായിട്ടൊരു എമൗണ്ട് ഒരു പാർട്ടിക്ക് കൊടുത്തതാണ്. അതായത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് പൈസ മൊത്തത്തിൽ കൊടുത്തതാണ്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്ടിക്കും ഓരോ പാർട്ടി എത്ര പൈസ കൊടുത്തെന്നുള്ള ഡീറ്റെയിൽസും തന്നിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരു കാര്യം കൂടെ സുപ്രീം കോടതി ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകണ്ട. അതിനു മുമ്പ് ഏത് സ്ഥാപനമാണ്, ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്, ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വാങ്ങിയത്. പിന്നെ വേറൊരു കാര്യം, ഒരു പാകിസ്ഥാനിലെ ഒരു സ്ഥാപനം വരെ നമ്മൾ ഇന്ത്യയിലെ ഒരു പാർട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ? അത് ഏത് സ്ഥാപനമാണ്? എങ്ങനെ പാകിസ്ഥാനിലെ ഒരു സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലെ ഒരു പാർട്ടിക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതും ഇന്ത്യയിൽ പുൽവാമ ഇൻസിഡൻറ്റ് എല്ലാവർക്കും അറിയില്ലേ? ഈ ഇൻസിഡൻറ്റിന് ശേഷം, ആ ഇൻസിഡൻറ്റ് സംഭവിച്ച ഒരു 2-3 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമൊക്കെ ഈ എമൗണ്ട് കൈമാറിയിട്ടുണ്ട്. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി. അത് ഏത് പാർട്ടിയാണ്, ഏത് സ്ഥാപനമാണ് പാകിസ്ഥാനിൽ നിന്ന് കൈമാറിയത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നോക്കാം. ഞാൻ വിജയൻ. വെൽക്കം ടു ക്രിസ്റ്റൽ കിങ് സ്റ്റുഡിയോസ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പുൽവാമ ഇൻസിഡൻറ്റിന് ശേഷം ആ ദിവസം അല്ലെങ്കിൽ പിറ്റേന്ന് ഒരു പാകിസ്ഥാനിലുള്ളൊരു കമ്പനി നമ്മൾ ഇന്ത്യയിലെ BJPക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ്സിനും അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചില്ലറ പൈസ ഒന്നുമല്ല, അതും ഹ്യൂജ് എമൗണ്ട്. BJPക്കും കോൺഗ്രസ്സിനും ഹ്യൂജ് എമൗണ്ട് അവർ പൈസ കൈമാറിയിട്ടുണ്ടായിരുന്നു. BJP റിലീസ് ചെയ്ത ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട് കോൺഗ്രസ്സിന് പൈസ വാങ്ങിയത് ഞങ്ങളൊന്നുമല്ല, കോൺഗ്രസ് ഈ ദിവസങ്ങളിൽ ഈ ഡേറ്റുകളൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട്, അത് ഹ്യൂജ് എമൗണ്ട് എന്നിവർ പറയുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തെ സൈഡ് വരുവാണെങ്കിൽ കോൺഗ്രസ് പറയുന്നത് BJP ആ ഒരു സമയത്ത് ആ ദിവസങ്ങളിൽ ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട്, ഈ ഡേറ്റിൽ ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് അവർ കറക്റ്റായിട്ട് ഡാറ്റ സഹിതം കൊടുത്തിട്ടുണ്ട്. രണ്ട് പാർട്ടിക്കാരും അവർ പൈസ വാങ്ങിയതായിട്ട് ഈ അപ്പുറത്തും പറയുന്നുണ്ട്. ഈ ഹബ് പവർ കമ്പനി രണ്ട് പാർട്ടിക്കാർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ കൊടുത്തത് കോൺഗ്രസിന് കുറച്ച് ലക്ഷങ്ങളാണെങ്കിൽ അതേസമയം BJPക്ക് പല കോടികളാണെന്ന് മാത്രം. ഈ ഹബ് പവർ കമ്പനി ശരിക്കും ഈ പാകിസ്ഥാനിലുള്ള സ്ഥാപനമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ ശരിക്കും പാകിസ്ഥാനിലാണോ? അതിനുത്തരം അല്ല, നോ. ശരിക്കും ഈ ഹബ് പവർ കമ്പനി ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ ഇത് പാകിസ്ഥാൻ ബേസ്ഡ് കമ്പനിയാണ്, ഇത് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിലാണ്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇന്ത്യയിൽ. അങ്ങനെയുള്ള ഫേക്കുള്ള കുറേ ഇൻഫർമേഷൻസ് വൈറലാവുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ കമ്പനിയാണ്, പാകിസ്ഥാൻ എന്ന പൈസ വാങ്ങിയതാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനോടകം വൈറലാവുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഈ ഡൽഹി ബേസ്ഡ് കമ്പനിയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ സമയത്ത് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പൈസ ആരാണ് കൊടുത്തിട്ടുള്ളത്? ശരിക്കും വലിയ ഹ്യൂജ് എമൗണ്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് ഹ്യൂജ് എമൗണ്ട് ആരാണ് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഈ സാഹചര്യത്തിൽ വിചാരിക്കുക ചിലപ്പോൾ വല്ല നോർത്ത് ഇന്ത്യയിലുള്ള വലിയ കമ്പനി ആയിരിക്കും, അത് നമ്മൾ വിചാരിക്കാത്ത വേറെ ആരെങ്കിലൊക്കെ ആവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടുകാരാണത്രേ, നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടിലുള്ള ഒരാളാണ്, നമ്മുടെ സ്വന്തം നാട്ടിൽ, ഇത് നമ്മുടെ കേരളത്തിനടുത്തുള്ള തൊട്ടടുത്ത സംസ്ഥാനത്തുള്ള ഒരാളാണ്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള, അതും കോയമ്പത്തൂരിലുള്ള, അതെ കോയമ്പത്തൂരിലുള്ള ഒരാളാണ് റെക്കോർഡ് പൈസ കൊടുത്തിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, ലോട്ടറി മാർട്ടിൻ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂരിലുള്ള ഒരാളാണ്. അത് കൊടുത്ത പൈസ എത്ര എന്നറിയോ? ഏകദേശം 1200 കോടി രൂപ. 1200 കോടി രൂപയോ? ശരിക്കും അതെ, 1200 കോടി രൂപ കൊടുത്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കും ഇയാളിങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒട്ടുമിക്ക എല്ലാ പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട്. ഈ വലിയ വലിയ പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്, അതേസമയം ചെറിയ ചെറിയ പാർട്ടികളല്ലേ വളർന്നു വരുന്ന ആ പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 11,000 കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഓരോ പാർട്ടിക്കും കിട്ടിയിരിക്കുന്നത്. അതിൽ 1300 കോടി രൂപയാണ് ഇയാൾ മാത്രം, ഈ ലോട്ടറി മാർട്ടിൻ എന്നറിയപ്പെടുന്ന അയാൾ മാത്രം കൊടുത്തിരിക്കുന്നത്. ഈ 11,000 കോടി രൂപയിൽ ഏകദേശം 6,000 കോടി രൂപ, അതായത് 54 തൊട്ട് 55% വരെ 2019 തൊട്ട് 2024 വരെ കൈമാറപ്പെട്ടിട്ടുണ്ട്. ഈ 6,000 കോടി രൂപ പോയിട്ടുള്ളത് ഏത് പാർട്ടിക്കാണെന്ന് നിങ്ങൾക്ക് ഈ സമയം തന്നെ ഊഹിക്കാവുന്നതാണ്. ഒട്ടുമിക്ക എല്ലാം വന്നിട്ടുണ്ടാവും. ആ പാർട്ടി BJP ആണ്. ഈ 11,500 കോടി രൂപയിൽ 55 തൊട്ട് 54% വരെ ഈ പൈസ പോയിട്ടുള്ളത് BJPക്കാണ്. ഇതിൽ 1000 തൊട്ട് 1200 കോടി രൂപ പോയിട്ടുള്ളത് കോൺഗ്രസിനാണ്.
അതേപോലെ ഈ തൃണമൂൽ കോൺഗ്രസിനും 1000 തൊട്ട് 1200 കോടി രൂപ പോയിട്ടുണ്ട്. ഈ 11,000 കോടി രൂപയിൽ ഏകദേശം 54-55% BJPക്കും ബാക്കിയുള്ള എമൗണ്ട് ആയിരുന്നു ബാക്കിയുള്ള ചെറിയ ചെറിയ പാർട്ടികൾക്കും കുറച്ച് വളർന്നു വരുന്ന പാർട്ടികൾക്കും പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനത്തുള്ള DMK ഉണ്ടല്ലോ, സ്റ്റാലിൻ ഭരിക്കുന്ന സ്റ്റാലിൻ ഗവൺമെൻറ്, ഇവർ 2 സംസ്ഥാനത്തിൽ മാത്രമാണ് ഭരണമുള്ളത്. ഇവരാകെ ഒരു 2 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. ഇവർ ഏകദേശം 600 കോടി രൂപയുമായിട്ടുണ്ട്. ഇവർ പറയുന്ന ഈ BJP ഗവൺമെൻറ് പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഏകദേശം 10 വർഷത്തോട് ഭരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഏകദേശം 18 സംസ്ഥാനത്തിൽ ഭരണമുണ്ട്, ഞങ്ങൾ ഇത്ര കോടി വാങ്ങുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് DMKക്ക്, അവർ 2 വർഷമായിട്ട് ഭരണം തുടങ്ങിയിട്ടുള്ളൂ, അവർ 600 കോടി രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരു 4-5 സംസ്ഥാനത്തിൽ ഭരണം കൊടുത്തിട്ട് കുറച്ച് വർഷത്തേക്ക് ഭരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 3,000-4,000 കോടി വാങ്ങിയിട്ടുണ്ടാവില്ലേ, ആ സമയം ഞങ്ങൾ തന്നെ കുറച്ച് ബെറ്റർ എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഈ ഒരു കാര്യത്തിലാണ് എല്ലാ പാർട്ടിയും കുടുങ്ങിയത്. ഇപ്പോൾ ഭരിക്കുന്ന BJP ഗവൺമെൻറ് ആയാലും ബാക്കിയുള്ള പാർട്ടികളായാലും കുടുങ്ങിയത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ പാർട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഒരു സെപ്പറേറ്റ് ഒരാൾ ഇത്ര കോടി കൊടുത്തു, അത് സെപ്പറേറ്റ് ഒരു സ്ഥാപനം ഇത്ര കോടി കൊടുത്തു, ഇൻഡിവിജ്വലായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല ഓരോരുത്തർ. ആ ഒരു കാര്യം നോക്കുമ്പോഴാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലെ സ്കാം പുറത്ത് വരുന്നത്. കുറേ സ്ഥാപനങ്ങൾ കുറേ ഇൻഡിവിജ്വൽസ് ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ കൊടുത്ത സ്ഥാപനങ്ങളോ ഈ കൊടുത്ത ആൾക്കാരോ ഇവിടെ ഇല്ലാത്രേ. ഇവിടെ ഇല്ലേ, എന്താണ് നീ പറയുന്നത്? ഇത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവും. സത്യമാണ്, ഈ കൊടുത്ത ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ലാത്രേ. ചില സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക വരുമാനം 7 കോടി രൂപയാണ്, പക്ഷെ അത് കൊടുത്തിട്ടുള്ളത് 140 കോടി രൂപയാണ്. 140 കോടി രൂപ അവരുടെ മൊത്തം വരുമാനം, ഒരു വർഷം അവരുടെ ലാഭം 7 കോടി രൂപയാണ്. പക്ഷെ അവർ വാരിക്കോരി കൊടുത്തിരിക്കുന്നത് 140 കോടി രൂപയാണ്. ലാഭം 7 കോടി, അവർ കൊടുത്തിട്ടുള്ളത് 140 കോടി രൂപയാണ്. നാല് ചോക്ക് 140 കോടി രൂപ ഒരു സ്ഥാപനം ഇലക്ട്രൽ ബോർഡ് വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു വർഷത്തേക്കുള്ള മൊത്തം ലാഭമേ 7 കോടി താഴെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോട്ടറി മാർട്ടിൻ, ഇയാളുടെ ബ്രാഞ്ച് കർണാടകയിലുണ്ട്, വേറെ കുറേ സംസ്ഥാനങ്ങളുണ്ട്, പിന്നെ പുറം രാജ്യങ്ങൾക്കും ഇയാൾക്ക് ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ കുറച്ചധികം അത്യാവശ്യം വലിയ ആളാണ് ഈ ലോട്ടറി മാർട്ടിൻ പറയുന്ന ഒരാൾ. ഇയാൾ വലിയ പുള്ളിയാണ്, കോയമ്പത്തൂർ ഒരാളാണ്. 1300 കോടിയോളം കൊടുത്തിട്ടുണ്ട്. അയാൾ കുറേ ബ്രാഞ്ചസ് വേറെ കുറേ സംസ്ഥാനങ്ങളുണ്ട്, പുറം രാജ്യങ്ങൾ വരെ ഇയാൾക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഈ ലോട്ടറി മാർട്ടിൻ കണക്കൊന്നും നോക്കാതെ വാരിക്കോരി കുറേ കൊടുത്തിട്ടുണ്ട്. മൊത്തം പൈസ നോക്കി കഴിഞ്ഞാൽ, ഇയാൾ കൊടുത്ത മൊത്തം അമൗണ്ട് നോക്കി കഴിഞ്ഞാൽ അത് കൂട്ടി നോക്കുമ്പോൾ ടോട്ടലായിട്ട് 1368 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രാപ്പൽ കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, ഇന്നൊരു 500 കോടി. നിങ്ങൾ രാത്രി പകൽ നല്ല കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, ഇന്ന് ഒരു 500 കോടി. ചെറിയ പാർട്ടി കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ, ഒരു 300 കോടി നിങ്ങൾ വെച്ചോ, എന്നാൽ നിങ്ങളൊരു 300 കോടി വെച്ചോ, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന നിങ്ങളും വെച്ചോ. അങ്ങനെ മൊത്തം ഒരു 1368 കോടി രൂപ ലോട്ടറി മാർട്ടിൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 14 കോടി രൂപയിൽ 1368 കോടി രൂപ കൊടുത്തത് ഈ ഒറ്റയ്ക്ക് ലോട്ടറി മാർട്ടിൻ മാത്രമാണ്. അടുത്തത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സെക്കൻഡ് പൊസിഷനിലുള്ളത്, രണ്ടാമത് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തുള്ള ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, MEIL എന്ന് പറയും. ഇവരാണ് ഏറ്റവും കൂടുതൽ പൈസ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കി കഴിഞ്ഞാൽ, ഈ ഷോജില ടണലൊക്കെ അല്ലേ, ഷോജില ടണൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പ്രോജക്ട്സ് അവർ എടുത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. ഇവരാണ് അത്ര രണ്ടാമത്തെ പൊസിഷൻ. ഇവരാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത്, ഏകദേശം 966 കോടി രൂപ. നാല് ചോക്ക് ലോട്ടറി മാർട്ടിൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് MEIL എന്ന സ്ഥാപനമാണ്. അടുത്തത് മുംബൈയിലെ ക്വിക്ക് സപ്ലൈ ചെയിൻ ലിമിറ്റഡ് ഒരു 410 കോടി. അതേസമയം 4ാം സ്ഥാനത്ത് വേദാന്ത ഗ്രൂപ്പ്, പിന്നെ RP സഞ്ജീവ് ഗ്രൂപ്പ്, അതിനുശേഷം ഹാൾഡിയ എനർജി എന്ന് പറയുന്ന സ്ഥാപനം. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു 400 കോടിയും പിന്നെ ഒരു 377 കോടിയും കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരുന്നുണ്ടാവും, ഈ അദാനി അംബാനിയൊക്കെ അല്ലേ, ഇവർ ഈ ഇലക്ട്രൽ ബോർഡ് വഴി പൈസ ഒന്നും കൊടുത്തില്ലേ? സ്വാഭാവികമായിട്ടും വരും, നിങ്ങൾക്ക് വന്നില്ലെങ്കിലേ ഉള്ളൂ. അത് ഞാൻ ആലോചിച്ചത്, ഇതിലൊന്നും ഈ അംബാനി അദാനി ഇവരുടെ പേരൊന്നും കൊടുത്തിട്ടില്ല, അതായത് ഇലക്ട്രൽ ബോർഡ് വഴി ഇവരൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് സത്യം. ഈ സത്യമല്ല, ഇതിലെല്ലാം സംശയം ഉണ്ടാവും, ഇതെല്ലാവരും ചോദ്യം വരുന്നതാണ്. ഇവരൊന്നും പൈസ ഇലക്ട്രൽ ബോർഡ് വഴി പൈസ കൊടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. ഇവരുടെ ബിനാമിയായിട്ട് കുറേ പേര് പൈസ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കമ്പനിക്ക് ഒരു വർഷത്തെ വാർഷിക വരുമാനം തന്നെ 7 കോടി രൂപയാണ്, പക്ഷെ അവർ കൊടുത്തത് 140 കോടി രൂപയാണ്. ഒരു കമ്പനിയല്ല, ഇതുപോലെ പല കമ്പനികളുടെ ഒരു വർഷത്തെ വാർഷിക വരുമാനം തന്നെ ചിലപ്പോൾ 5 കോടി അല്ലെങ്കിൽ 10 കോടിയൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ കൊടുത്തത് 100-150 കോടിയൊക്കെ ആയിരിക്കും. അതായത് ഈ സമയത്ത് കുറേ പേര് വിമർശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ ബിനാമി, ഈ അദാനി അംബാനി പോലുള്ള ആൾക്കാർ ബിനാമിയായിട്ട് കുറേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഈ ബിനാമിയായിട്ടുള്ള കുറേ ആൾക്കാർ ഇലക്ട്രോ ബോണ്ട് വഴി പൈസ കൊടുത്തിട്ടുള്ളതായും ഇവരുടെ പൈസ തന്നെയാണ് ഇപ്പോൾ അംബാനി അദാനി പോലുള്ള ആൾക്കാരുടെ പൈസ മെയിനായിട്ടുള്ള അവരുടെ ബിനാമികളുടെ പേരിലാണ് ഇവർ പൈസ ഡെപ്പോസിറ്റ് ചെയ്തെന്നും അതുവഴി ഇങ്ങനെ പാർട്ടിക്കാർക്ക് കുറേ പേര് പൈസ കിട്ടിയെന്നും ഉള്ള വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തം 5-6 കമ്പനി നോക്കിയിട്ടുണ്ടാവും. അത് ഭാരത് എയർടെൽ ഉണ്ട്, അതിനുശേഷം SL മൈനിങ് ഉണ്ട്, അടുത്തത് വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ കമ്പനി ഉണ്ട്. കമ്പനി കൂടി ഏകദേശം ഒരു 220 കോടി രൂപ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലിസ്റ്റ് പറഞ്ഞില്ലേ, ഈ ലിസ്റ്റിൽ ടോപ്പ് മോസ്റ്റ് 20 പേരുണ്ടാവില്ലേ? ഈ 20 പേരാണ് ഈ 11,000 കോടി ഞാൻ പറഞ്ഞില്ലേ ലിസ്റ്റിലെ മൊത്തം ഈ ഇലക്ട്രോ ബോണ്ട് വഴി കൊടുത്തത് 11,000 കോടി രൂപയാണ്. ഈ 11,000 കോടി രൂപയിൽ 48% കൊടുത്തുള്ളത് ഈ ലിസ്റ്റിലെ ടോപ്പ് മോസ്റ്റിലുള്ള 20 പേരാണ്. 20 പേരാണ് ഇതിൻ്റെ മൊത്തം അമൗണ്ടിൽ പകുതി ശതമാനം പൈസ കൊടുത്തുള്ളത്, ഏകദേശം 5,500 കോടി രൂപ. ഈ 20 പേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 20 പേര് എന്തിനാണ് ഇവർ പൈസ കൊടുത്തത്, ഇവർക്കിങ്ങനെ കൊടുത്തതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടായി, തിരിച്ച് ഇവർക്ക് എന്ത് കിട്ടി, എന്ത് കാരണം കൊണ്ട് ഇത്ര പൈസ കൊടുത്തു എന്ന കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ 20 പേരെ പിടിച്ചാൽ മാത്രം മതി. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, ലൈസൻസ് ഉള്ള പ്രസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിന് പിറകെ പോവാം. അതിന് പിറകെ പോയിട്ട് കുറച്ച് നല്ല കോൺടാക്റ്റൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, കുറച്ച് കോൺടാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ അല്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്കൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, അവർ കുറച്ച് ഡീപ്പായിട്ട് ചെല്ലുവാണെങ്കിൽ കുറേ കൂടെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരും, ഉറപ്പായിട്ടും പുറത്തു വരും. കാരണം ഇവർ ഇത്ര ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ലാഭം 7 കോടി കൊടുത്തതൊരു 100-140 കോടി എന്നൊക്കെ പറയുന്ന സമയത്ത് എത്ര മടങ്ങെന്ന് ആലോചിച്ച് നോക്ക്. കുറേ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഒരു ലൈസൻസ് ഉള്ള പ്രസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഏറ്റെടുക്കുവാണെങ്കിൽ കുറേ ഞെട്ടിക്കുന്ന, ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.